ഹായ് ഗായ്സ്, നമ്മളെല്ലാവരും സ്കിൻ കെയർ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയർ പെർഫെക്റ്റ് രീതിയിലാണോ? എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത് എന്ന് നോക്കിയാലോ? എങ്ങനെയാണ് പെർഫെക്റ്റ് സ്കിൻ കെയർ ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുന്നേ ഒരു സ്കിൻ കെയറിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. സ്കിൻ കെയർ ചെയ്യുന്നത് വഴി നമ്മൾ വെളുക്കുക എന്നൊരു ധാരണയല്ല അതിൽ പ്രാധാന്യമായും വരുന്നത്. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിൻ്റെ എവിടുത്തെ നിലനിർത്താം, അതായത് നമുക്ക് പ്രായമാകുന്നത് കുറച്ചെടുക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ മുഖത്ത് വരുന്ന റിങ്കിൾസ് ആകാം, ഫൈൻ ലൈൻസ്, അതായത് ഈ പറയുന്ന ചുളിവുകൾ, വരകൾ എന്നിവ കുറയാനും, അതുപോലെ വരുന്ന ഡാർക്ക് പാച്ചസ്, പ്രത്യേകിച്ച് മെയിൽസിലായാലും ഫീമെയിൽസിലും വരുന്ന ഡാർക്ക് പാച്ചസ്, ടാൻ, അതായത് നമ്മൾ പറയില്ലേ വെയിലത്ത് പോയി കരിവാളിച്ചു പോയി എന്നൊക്കെ പറയുമല്ലോ. സോ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഒരു ഹെൽത്തി സ്കിൻ കെയർ റുട്ടീൻ വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹെൽത്തി സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ 1 hour 2 hours ഒന്നും ആവശ്യമില്ല. മാക്സിമം നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചാൽ മാത്രം മതി. സോ എങ്ങനെയാണ് ഒരു ഹെൽത്തി സ്കിൻ കെയർ ഇനി ഞാൻ പറഞ്ഞു തരാം. ഒരു പെർഫെക്റ്റ് സ്കിൻ കെയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെറും 4 സ്റ്റെപ്സ് മാത്രമാണ്. അതായത് CTMP: ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, പ്രൊട്ടക്ഷൻ. വളരെ ഈസി അല്ലേ? സോ ക്ലെൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഫേസ് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യാം. ഓരോ സ്കിന്നുകാർക്കും വ്യത്യസ്തമായ ക്ലെൻസേഴ്സ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. സോ അവരുടെ സ്കിന്നിന്, ഓരോരുത്തരുടെ സ്കിന്നിന് അനുയോജ്യമായ ക്ലെൻസേഴ്സ്, അതായത് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വൃത്തിയായി കഴുകുക. അതായത് ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഫേസ് വാഷ് ചെയ്യണം. ഫേസ് വാഷ് ചെയ്യണം എന്നത് പറഞ്ഞതുകൊണ്ട് പടപട എന്ന് വാഷ് ചെയ്ത് പോകരുത്. ജസ്റ്റ് നമ്മൾ നോക്കുക, മിനിമം ഒരു 1 മിനിറ്റ് നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ ഫേസ് റബ്ബ് ചെയ്തുകൊണ്ട് ഫേസ് വാഷ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയണത് T ആണ്. T ഫോർ ടോണർ ആണ്. ടോണർ എന്ന് പറയണത് നമുക്കെല്ലാവർക്കും അറിയാം, പലരും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. ഈ ടോണർ എങ്ങനെ പോയാലും ഒരു വാട്ടർ സബ്സ്റ്റൻസിലാണ് ഇത് വരുന്നത്. ഇത് ഒന്നെങ്കിൽ സ്പ്രേയിങ് രീതിയിലോ ഇല്ലെങ്കിൽ ഡാബിങ് രീതിയിലോ ആണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഡാബിങ് രീതി അല്ലെങ്കിൽ കോട്ടൺ പാഡ്സിൽ ഇതെടുത്തിട്ട് നമ്മൾ ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിൽ പലരും ഈ ടോണർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രോപ്പർ എത്ര പേർക്കറിയാം? നമ്മളിൽ പലരും വിചാരിക്കുന്നത് ടോണർ എന്നത് പോർ മിനിമൈസിങ്, അതായത് ഭയങ്കര ഓപ്പൺ പോർ ഉള്ളവരോ അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടാണ് ടോണേഴ്സ് ഉപയോഗിക്കുന്നത് എന്നതാണ്. അങ്ങനെയല്ല. നമ്മൾ ടോണർ ഉപയോഗിക്കുന്നത് മെയിൻലി pH ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോർമൽ pH ഒന്ന് ഇംബാലൻസ് ആവുന്നുണ്ട്. ഇതിനെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ്. അല്ലാണ്ട് ഒരു പോർ മിനിമൈസിങ്ങിന് വേണ്ടിയിട്ടാണ് ടോണർ ഉപയോഗിക്കുന്നത് എന്നില്ല. ഇനി പോർ മിനിമൈസിങ് ടോണർ ഉണ്ട്, അത് സ്പെസിഫിക് ആയിട്ട് എന്തിനായിരിക്കും? ആ ഓയിലി സ്കിന്നുകാർക്കായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ടോണർ എന്ന് പറയുന്നത്, അതിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഒരു pH ബാലൻസിങ് തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് M ആണ്, മോയ്സ്ചറൈസിങ്. അതായത് നമ്മുടെ സ്കിന്നിനെ നറീഷ് ആക്കാനും ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത്. സോ മോയ്സ്ചറൈസിങ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യം, ഓയിലി സ്കിന്ന്, അതായത് അവർക്ക് ഓട്ടോമാറ്റിക്കലി ഹെവി ഓയിൽ ഫേസിലുണ്ടല്ലോ, പിന്നീട് ഒരു മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമുണ്ടോ എന്നതായിരിക്കും. ആവശ്യമുണ്ട്. ഏത് സ്കിന്നായാലും അവരുടെ സ്കിന്നിനെ ഈ പറയുന്ന ക്ലെൻസിങ്, ടോണിങ് കഴിഞ്ഞാൽ ഹൈഡ്രേറ്റ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. ഓയിലി സ്കിന്നുകാർ എടുക്കേണ്ട മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് എപ്പോഴും അവർ മാക്സിമം ചൂസ് ചെയ്യേണ്ടത് നോൺ കൊമിഡോജെനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, പലപ്പോഴും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അവരുടെ പ്രൊഡക്ട്സിൽ, ഇറ്റ്സ് എ നോൺ കൊമിഡോജെനിക് എന്നുള്ളത്. ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് ഞാൻ പറയുന്നത്. ഡ്രൈ സ്കിന്നാണെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ ഹൈഡ്രേഷൻ തരുന്ന, അതായത് ഹൈഡ്രോണിക്കിൻ്റെ ഒക്കെ കണ്ടന്റ് ഉള്ള ഒരു മോയ്സ്ചറൈസർ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. സോ എപ്പോഴായാലും ഈ പറയുന്ന ക്ലെൻസിങ്, ടോണിങ് കഴിഞ്ഞാൽ സ്കിന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ്. സോ ലാസ്റ്റ് സ്റ്റെപ്പാണ് P ഫോർ പ്രൊട്ടക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ് പ്രൊട്ടക്ഷൻ. സൺസ്ക്രീൻ തേക്കുന്നത് ഈ പറയുന്ന വെയിലത്ത് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് അല്ല. ആക്ച്വലി നമ്മൾ റൂമിലാണെങ്കിൽ പോലും, ഡേ ലൈറ്റിൽ നമ്മൾ റൂമിലിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ മസ്റ്റായിട്ടും ഉപയോഗിക്കേണ്ട ഒന്നാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന സൺസ്ക്രീനാണ് നമ്മളെ പലപ്പോഴും ഏജിങ് ഫാക്ടറിൽ നിന്നും ഹെൽപ്പ് ചെയ്യുന്നത്. പിഗ്മെൻറ്റേഷൻ ആകാം, ഫൈൻ ലൈൻസ് ആകാം, റിങ്കിൾസ് ആകാം, സാഗ്നസ് ആകാം, ഇതെല്ലാം ഈ പറയുന്ന UV ലൈറ്റ് കാരണം വരുന്നത് തന്നെയാണ്.
ഈ പറയുന്ന യു വി റേനെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യാൻ സൺസ്ക്രീൻ മസ്റ്റ് ഫാക്ടറാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഉണ്ടാവും, വീട്ടിലിരിക്കുമ്പോൾ സൂര്യപ്രകാശം അടിക്കുക എന്നുള്ളത്. വീട്ടിലിരിക്കുമ്പോൾ സൂര്യപ്രകാശം അടിക്കില്ലായിരിക്കും, പക്ഷെ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ലൈറ്റ് ഉണ്ടല്ലോ അല്ലേ. ഈ പറയുന്ന യു വി റേസ് പലപ്പോഴും പ്രസൻ്റ് ആണ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സൺസ്ക്രീൻ വീട്ടിലിരുന്നാലും ഇടണം എന്ന് പറയണത്. ഇനി അതിലാർക്കും കൺഫ്യൂഷൻ വേണ്ട. എങ്ങനെ ഒരു പെർഫെക്റ്റ് സ്കിൻ കെയർ ചെയ്യുന്നതെന്നും എന്താണ് ഒരു പെർഫെക്റ്റ് സ്കിൻ കെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്നും മനസ്സിലായില്ലേ? അപ്പം ഇന്നേ വരെ സ്കിൻ കെയർ ചെയ്യാത്തവരും ഇതുവരെ തെറ്റായ രീതിയിൽ സ്കിൻ കെയർ ചെയ്തവരും ഇന്നു മുതൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്തു തുടങ്ങിക്കോളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.